മക്കളെ വെൽക്കം ബാക്ക് ടു ദി എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ തോമസ് ആണ്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ അതിന്റെ പ്ലാനിങ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം അല്ലേ. അപ്പൊ ഒരു പ്ലാനിങ് ഒക്കെ ഏകദേശം ആയി കാണും. ഇനി എന്താണ്, നമുക്ക് ചില ആക്ടിവിറ്റീസ് ക്ലിയർ ആയിട്ടല്ലേ. നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഉണ്ടാവും. എനിക്കൊന്ന് ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് മിസ് എനിക്ക് ഈ ഒരു ആക്ടിവിറ്റി പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഇപ്പൊ ലെറ്റർ തരാമോ, അല്ലെങ്കിൽ കോൺവെർസേഷൻ തരാമോ, ഇങ്ങനെയുള്ള ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിക്വസ്റ്റ് ഒരുപാട് കാണാറുണ്ട്. സോ ആ ഒരു റിക്വസ്റ്റിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ എന്റെ മക്കളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, ഇനി എന്തെങ്കിലും കൂടുതൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്തൊന്ന് കമന്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മിസ് അത് എന്തായാലും പരിഗണിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഓക്കെടാ, അപ്പൊ നമുക്ക് നമ്മുടെ ഇനി അധികം ടൈം ഇല്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് അല്ലേ, AJ ക്രോണിന്റെ ഒരു അനക്ഡോട്ട് ആണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. സോ ഇവിടെ ആ ഒരു ലെസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നിന്ന് എന്തായാലും ഈ പ്രാവശ്യം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലല്ല, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു എന്താ പറയാ ഒരു ലെസൺ ആണ്. അതിന്റെ അകത്ത് തന്നെ നമുക്ക് എന്താ പറയാ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ എസ്. മിസ്റ്റർ ജോൺ എസ് അല്ലേ, ആ ഒരു അനക്ഡോട്ടിന്റെ അകത്ത് നമ്മുടെ AJ ക്രോണിൻ അല്ലേ, അദ്ദേഹം ആ ഒരു വെൻ ഹി മീറ്റ്സ് മിസ്റ്റർ ജോൺ ഫ്രം എ ഷിപ്പ് അല്ല, ആ ഒരു ഷിപ്പിന്റെ ഡെക്കിൽ നിന്നും ഹി മീറ്റ്സ് ജോൺ ആൻഡ് ഹിസ് വൈഫ്. ആൻഡ് ആ സമയത്ത് മിസ്റ്റർ ജോൺ പറയാണ് അല്ലെ, എങ്ങനെയാണ് ഹൗ ഇയേഴ്സ് ബാക്ക് അല്ലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് AJ ക്രോണിൻ എങ്ങനെയാണ് ഈ പറഞ്ഞ മിസ്റ്റർ ജോണിന്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും ഇന്ന് കാണുന്ന മിസ്റ്റർ ജോൺ ആയിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുള്ളത്, ആ AJ ക്രോണിന്റെ ഒരു ചെറിയ ഹെൽപ്പ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെ, നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ എന്തോരം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇടാ മെൻഷൻ അബൌട്ട് ദി അപ്പിയറൻസ്. ഉറപ്പായിട്ടും മക്കളെ ഈ ഒരു നമ്മുടെ മിസ്റ്റർ ജോൺ എസിന്റെ അല്ല, ഇനിയിപ്പം ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണെന്നുണ്ടെങ്കിലും, മാർത്ത ആയാലും മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ആണെന്നുണ്ടെങ്കിലും, ഇനി ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആയാലും നിങ്ങൾ ഓർത്ത് എഴുതേണ്ട ഒരു കാര്യമാണ് അപ്പിയറൻസ്. അതായത് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, ക്യാരക്ടറിന്റെ അപ്പിയറൻസിനെ കുറിച്ച് എന്തെങ്കിലും ലെസണിൽ പറയുന്നുണ്ടെന്നാണെങ്കിൽ make sure that you write about the appearance. ആ അപ്പിയറൻസിനെ കുറിച്ച് എഴുതുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പിയറൻസ്, പിന്നെ അതേപോലെ തന്നെ ഹിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഈ കാര്യങ്ങളിലൊക്കെ അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആദ്യം എങ്ങനെയായിരുന്നു, ഒരു കുറച്ച് ഷൈ ആയിരുന്നു അല്ലെ, ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് മടിയുള്ള, കുറച്ച് ഷൈ ആയിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിനെ മുന്നോട്ട് പുഷ് ചെയ്ത് അല്ലെ, ഷീ പുഷസ് ഹിം ഫോർവേഡ് അല്ലെ, മുന്നോട്ടേക്ക് പറഞ്ഞയക്കുന്നത് അല്ലെ. AJ ക്രോണിന്റെ പോയി സംസാരിക്കാൻ വേണ്ടി ഭാര്യയാണ് മുന്നോട്ടേക്ക് അയക്കുന്നത്. പിന്നെന്താണ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയർ അല്ലെ, വളരെ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ആറ്റിറ്റ്യൂഡും ബിഹേവിയറിലും മെൻഷൻ ചെയ്യണം. പിന്നെ അപ്പിയറൻസിൽ നിങ്ങൾ അയാളെ കുറിച്ചിട്ടല്ലേ, അയാളുടെ ഐസിനെ കുറിച്ചും, അപ്പൊ അതുപോലെ തന്നെ കുറച്ച് ഒരു എനിക്കൊന്ന് ഒരു ഏർലി 40s അല്ലെ, ഒരു ഏർലി 40s ഒരു മനുഷ്യനാണ്. ആൻഡ് മുടിയൊക്കെ ഏകദേശം പോയി വരുന്ന അല്ലെ, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡിമീനറുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ അപ്പിയറൻസിൽ ഹിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ അത് എഴുതണം. ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. ഈ മിസ്റ്റർ ജോൺ എസിന്റെ അല്ലെ, അദ്ദേഹത്തിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, അദ്ദേഹത്തിന് ആ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ആണല്ലോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലൈഫിനെ ഒരുപാട് മാറ്റി മറിച്ചിട്ടുള്ളത്. സോ ആ എക്സ്പീരിയൻസസ് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്, അതെങ്ങനെയാണ് അയാളുടെ ലൈഫിനെ മാറ്റി എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. കമ്പാഷൻ ടുവേർഡ്സ് യങ്സ്റ്റേഴ്സ് ആൻഡ് ഹൗ ഹി വർക്ക്സ് ഫോർ ദം അല്ലെ, അയാൾ ചെറുപ്പക്കാരോട് വേണ്ടി അയാൾക്ക് കുറച്ചൊക്കെ ഒരു കമ്പാഷൻ ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്, അയാളുടെ ആ പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണമാണ് ചെറുപ്പക്കാരോട് ആ ഒരു കമ്പാഷൻ ഉള്ളത്. സോ ആ കമ്പാഷനെ കുറിച്ചും ആൻഡ് ഹൗ ഹി വർക്ക്സ് ഫോർ ദം, അയാൾ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം. His connection with AJ ക്രോണിൻ the narrator അല്ലെ, അതേപോലെ തന്നെ AJ ക്രോണിനുമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജോൺ എസിനുള്ള ആ ഒരു കണക്ഷനും ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ, ജോൺ എസിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ഇപ്പം മിസ് തരുന്ന ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് വലിയ ലോങ് ആയിട്ട് തോന്നാം. അയ്യോ മിസ് ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ വരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പോവരുത്. ഇപ്പൊ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല, ലാംഗ്വേജ് സ്വന്തം എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. 10th സ്റ്റാൻഡേർഡ് ആണ് മിസ്, ഞങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. ബൈ ഹാർട്ട് പഠിക്കുകയാണെന്നെങ്കിൽ ദാറ്റ്സ് ഓക്കെ ഫൈൻ, മിസ്സിന് ഒരു കുഴപ്പമില്ല. പക്ഷേ
നിങ്ങളൊന്ന് നിങ്ങളുടെ എഫേർട്ട് ഇടുക. അതായത് ഈ കാര്യം വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒരു 3-4-5 പ്രാവശ്യം നന്നായിട്ട് വായിച്ചോളൂ. വായിച്ച് മനസ്സിലാക്കിയ ശേഷം ട്രൈ ടു പ്രൊഡ്യൂസ് ഇറ്റ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ അത് എഴുതാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് മക്കളെ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഈ സ്പൂൺ ഫീഡിങ്ങിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. അതുണ്ടാവരുത്. നമ്മൾ പേഴ്സണലായിട്ട് കുറച്ച് ഗ്രോത്ത് വേണം അല്ലേ? സോ നിങ്ങൾ ഇത് വായിച്ചൊരു 4-5 തവണ നന്നായിട്ട് വായിച്ച് അതിന്റെ ഐഡിയാസ് ഒക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് അത് ഒരു സ്ട്രക്ചർ ചെയ്യേണ്ടത്, ഫ്രെയിം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയ ശേഷം you try to write it in your own words. Okay, so Mr. കാണിച്ചു തരട്ടെ ഒരു ക്യാരക്ടർ സ്കെച്ച് നോക്കിടാ. Mr. Jonas is a middle-aged man in his early 40s. അല്ലെ, അയാളുടെ early 40s ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആണ്, with a fair complexion. ഇതൊക്കെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ അപ്പിയറൻസിനെ കുറിച്ച് ടെക്സ്റ്റ് പറയുന്നതാണ്. സോ നിങ്ങൾ കണ്ടില്ലേ ആദ്യം ആ ഒരു അല്ലെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസിനെ കുറിച്ചൊക്കെ വേണം പറയാൻ. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ, ക്ലിയർ ബ്ലൂ ഐസ് ആൻഡ് തിൻ റിസീഡിങ് ഹെയർ. അല്ലെ, അദ്ദേഹത്തിന് ഒരു വളരെ നേർമയായിട്ടുള്ള റിസീഡിങ്, അതായത് മുടി ഏകദേശം പോയി വരുന്നുണ്ട്. He dresses in a dark suit and rimless glasses. ഇതെല്ലാം ടെക്സ്റ്റ് പറയുന്ന കാര്യം തന്നെ കേട്ടോ. എന്താണ് അയാളുടെ ആ ഒരു വേഷവിധാനങ്ങൾ, അയാൾ എങ്ങനെയുള്ള ഡ്രസ് ആയിരുന്നു ധരിക്കുന്നത്. ആൻഡ് rimless glasses giving him a serious and reserved appearance. സോ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു റിസർവ്ഡ്, കുറച്ച് ഉൾവലിഞ്ഞ തരത്തിലുള്ള, അതായത് ഭയങ്കര ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്ന അല്ലെ, ഭയങ്കര ഇങ്ങനെ എക്സ്ട്രോവേർട്ട് എന്നുള്ളതല്ല, കുറച്ചൊരു ഇൻട്രോവേർട്ടിന് കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഒരാളാണ് ആര്, നമ്മുടെ മിസ്റ്റർ ജോണസ്. Despite his quiet nature, he is kind and humble, though somewhat shy, as seen when he hesitates to approach the narrator A.J. Cronin. അല്ലെ, അദ്ദേഹത്തിന് ഒരു ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള നേച്ചർ ഒക്കെയാണ്, ബട്ട് ഭയങ്കര ഒരു കൈൻഡ് ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുമെങ്കിലും he is somewhat shy. അല്ലെ, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അയാൾ കുറച്ച് ഷൈ ആണ്, അയാൾക്ക് സംസാരിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഹിറ്റ് ചെയ്യാൻ ഒരു മടിയുള്ള ആളാണ്. ഓക്കെ, സോ he is somewhat shy, as seen when he hesitates to approach the narrator. ആ ഒരു നെറേറ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, അദ്ദേഹം കുറച്ച് ഷൈ ആയിട്ട് കുറച്ചൊരു മടിയോടെയാണ് അല്ലേ പോകുന്നത്. Then A.J. Cronin, during their ship journey, his wife Mrs. S encourages him to speak with Dr. Cronin, showing the supportive bond they share. So Mrs. Cronin Mrs. S ആണ്, അതായത് ജോണിന്റെ വൈഫ് ആണല്ലോ അയാളെ ഓക്കെ നിങ്ങളൊന്ന് പോയി സംസാരിക്കുന്നു പറഞ്ഞ് തള്ളിവിടുന്നത്. സോ ദാറ്റ് ആക്ച്വലി ഷോസ് ദി ബോണ്ട് അല്ലെ, അവർ തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അവർ ഷെയർ ചെയ്യുന്ന ആ ഒരു ബോണ്ടിനെ അവിടെ കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു വൈഫ് എന്ത് ചെയ്യണം, ഹസ്ബൻഡ് അവിടെ പിടിച്ചു നിർത്താതെ അയാൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ അയാളെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ പോകുക എന്ന് തള്ളിവിടുകയാണ് ആര് ചെയ്യുന്നത്, മിസ്റ്റർ ജോണിന്റെ വൈഫ് ചെയ്യുന്നത്. Next നോക്കിയടാ, Mr. S has been deeply involved in youth welfare for over 15 years. He and his wife run a charitable organization that helps troubled and delinquent youths, offering them a second chance. So ഇനി ആ മിസ്റ്റർ എസിന്റെ ആ ഒരു പഴയ കാലത്തിൽ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ സോഷ്യൽ വർക്ക് എന്താണെന്നുള്ള കാര്യത്തെ നമ്മൾ മെൻഷൻ ചെയ്യണല്ലോ. സോ മിസ്റ്റർ has been deeply involved in youth welfare. അദ്ദേഹം എന്തിലാണ്, യൂത്ത് വെൽഫെയറിൽ ഇൻവോൾവ് ആണ് over 15 years. He and his wife run a charitable organization. അദ്ദേഹത്തിന്റെ വൈഫും എന്താണ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നുണ്ട്. That helps troubled and delinquent youths. അല്ലെ, ആ ഒരു ട്രബിൾഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ വഴി പിഴച്ചു പോകുന്ന അല്ലെങ്കിൽ അവർ തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന യൂത്തിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവർ രണ്ടുപേരും എഫേർട്ട് ഇടുന്നുണ്ട്. ഓഫറിംഗ് them a second chance. അല്ലെ, ഒരു സെക്കൻഡ് ചാൻസ്, അവർക്ക് തെറ്റ് പറ്റി പോയെങ്കിൽ അതിനെ തിരുത്തി ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നുണ്ട് ആര്, നമ്മുടെ മിസ്റ്റർ എസും അദ്ദേഹത്തിന്റെ വൈഫും. His work is driven by compassion. അദ്ദേഹത്തിന്റെ വർക്ക് എന്തിനാണ് driven by what? Compassion. അല്ലെ, സ്നേഹത്തിന്റെ മേലെയാണ്. As he believes that every young person deserves an opportunity to turn their life around. കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്, that every young person, അല്ലെ, ഓരോ യുവത്വത്തിനും ഓരോ യുവാവിനും അല്ലെങ്കിൽ ഓരോ യുവതിക്കും എന്തിനുണ്ട്, അവരുടെ ടു ചേഞ്ച് ദിയർ ലൈഫ്, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അതിനുള്ളൊരു അവസരം കൊടുക്കണമെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടായിരുന്നു, മിസ്റ്റർ ജോൺ. കാരണം മിസ്റ്റർ ജോണിന് ഇതേപോലെ തന്നെ ഒരു പ്രശ്നം പണ്ടുണ്ടായിരുന്ന സമയത്ത് ഇറ്റ് വാസ് A.J. Cronin, a surgeon and the landlord, അല്ലെ, ആ ഒരു ലാൻഡ് ലേഡിയും കൂടിയാണ്. They helped this Mr. John to come back to life. Mr. S.'s dedication to helping others stems from his own life changing experience. അത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ ഒരു ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ള ആ ഒരു ചിന്ത എവിടെ നിന്നാണ് വന്നത്? ഇറ്റ് സ്റ്റെംസ് ഫ്രം ഹിസ് ഓൺ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. അയാളുടെ സ്വന്തം ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസിൽ നിന്നാണ് ആ ഒരു മാറ്റം അയാൾ വരുന്നത്. മെനി ഇയേഴ്സ് എഗോ ആസ് എ യങ് മാൻ, അല്ലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെറിയ കുട്ടിയാവുന്ന അല്ലെങ്കിൽ ഒരു യങ് മാൻ ആവുന്ന സമയത്ത് ഹി ഹാഡ് അറ്റംപ്റ്റഡ് suicide after making poor decisions. അല്ലെ, ഭയങ്കര പുവർ ആയിട്ടുള്ള ഡിസിഷൻസ് കാരണം, കുറച്ച്
തെറ്റായ തീരുമാനങ്ങൾ കാരണം he tried to suicide. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സ്റ്റീലിംഗ് മണി ടു ഗാംബിൾ അല്ലെ. അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് എന്തൊക്കെയായിരുന്നു? സ്റ്റീലിംഗ് മണി ടു ഗാംബിൾ അല്ലെ. ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ. അതൊക്കെ അയാൾ ആ ടെക്സ്റ്റ് പറഞ്ഞ കാര്യമില്ലടാ. ആ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ അല്ലെ അവിടുന്ന് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ മോഷണം നടത്തി എന്നുള്ളത് വളരെ തുച്ഛമായ ഒരു തുക മോഷണം നടത്തി എന്നുള്ളതിന്റെ ആ ഒരു റിഗ്രറ്റ് കാരണം അല്ലെ he tries to commit suicide. Dr. Cronin had saved his life along with a police sergeant and landlady and gave him a second chance. So അന്ന് ഡോക്ടർ ക്രോണിനും ഒരു സർജന്റും ഈ ലാൻഡ് ലേഡിയും കൂടിയാണ് ഈ ഒരു പയ്യന്റെ അല്ലെ ലൈഫ് അന്ന് സേവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗേവ് ഹിം എ സെക്കൻഡ് ചാൻസ്. This act of kindness deeply impacted Mr. S, motivating him to dedicate his life to helping troubled youth. So ഇതെന്തായിട്ടുണ്ട്? ആ troubled youthനെ, അതായത് ആകെ വിഷമിച്ച് നിൽക്കുന്ന യുവത്വങ്ങളല്ലേ, ആ ഒരു യങ്സ്റ്റേഴ്സിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒരു വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് വന്നിട്ടുള്ള എന്താണ്? മിസ്റ്റർ എസിന് അല്ലെങ്കിൽ ഡോക്ടർ ജോണിന് പണ്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവമാണ്. In conclusion, Mr. John S. is a compassionate, reserved man whose past experience shaped his belief in second chances. So, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മക്കളെ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഇത് ഇതേപോലെ തന്നെ എഴുതി വെച്ചോ. ബൈ ഹാർട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഈ ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ ഉള്ളത് കറക്റ്റ് അതുപോലെ തന്നെ എഴുതി വെച്ചോ. നല്ല പോയിന്റ്സ് ആണ്. So, in conclusion, Mr. John S. is a compassionate, reserved man whose past experiences shaped his belief in second chances. അല്ലെ, പാസ്റ്റ് എക്സ്പീരിയൻസസ് കാരണമാണ് സെക്കൻഡ് ചാൻസസിൽ എന്ത് ചെയ്യണം ഇദ്ദേഹം വിശ്വസിക്കുന്നത്. His work in youth welfare reflects his commitment to giving others the same opportunity he once received. അദ്ദേഹത്തിന് തനിക്ക് പണ്ടൊരിക്കൽ കിട്ടിയിട്ടുള്ള ആ ഒരു സെക്കൻഡ് ചാൻസ് മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് ഉറപ്പാക്കാണ് ആര് ചെയ്യുന്നത്? ജോൺ ചെയ്യുന്നത്. മേക്കിംഗ് ഹിം എ ഡീപ്ലി കെയറിംഗ് ആൻഡ് സെൽഫ്ലെസ് പേഴ്സൺ. അല്ലെ, അയാൾ ഭയങ്കര ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് വായിച്ചല്ലോടാ, ജോണിന്റെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ വായിച്ചല്ലോ മക്കളെ. ഇതൊന്നും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ കാണുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതൊന്നും നന്നായിട്ട് പഠിക്കുക. ഈ ലാസ്റ്റ് ഉള്ള കൺക്ലൂഷൻ അത് അതുപോലെ തന്നെ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ മറ്റേതാണെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഇനി അതല്ല, നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക നിങ്ങൾ സ്വന്തം ലാംഗ്വേജിൽ എഴുതുന്നതിനാണ് കേട്ടോ. അപ്പോൾ എന്തുതന്നെയായാലും ഇനിയും ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കേടാ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ആക്ടിവിറ്റിയിൽ കാണാം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതും കൂടെ ചെയ്തോളാം. ഓക്കേടാ, സോ വിൽ മീറ്റ് ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.